ഹലോ ഗൈസ്, അപ്പോൾ നാളെ പണിമുടക്കാണ്, പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചിക്കൻ ചുട്ടാലെന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചൊവ്വലൂർപ്പൊടി മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ചാർക്കോൾ മേടിച്ച് ഒരു പാക്കറ്റിന് 150 രൂപ ഉണ്ടോ. അങ്ങനെ പിറ്റേന്നാൾ കാലത്ത് നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിലും ഉമ്മ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതക്ക് ഇങ്ങനെ ഉണ്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് അത് പെട്ടെന്നാവുമെന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ ചൂടാൻ പോകുന്നത് ഈ പാത്രത്തിലാണ്. നല്ലൊരു പാത്രം എന്താണ്ട് ഞാൻ അലമ്പാക്കി കൊടുത്ത്. അപ്പോൾ നമ്മൾ വെണ്ണൂറൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ചൂട് നല്ലതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചാർക്കോളൊക്കെ ഇട്ടാകുമ്പോൾ ഒന്ന് തീ പിടിപ്പിച്ച് എന്താക്കാം ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, മേടിക്കാനൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് അപ്പോൾ എന്താണോ കിട്ടണത് അത് വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാകുമ്പോൾ ഉദ്ദേശിക്കണത്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ താഴത്ത് കല്ല് വെച്ചുള്ള എന്തിനാണെന്ന് വെച്ചാൽ ടൈൽ നമുക്ക് ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സേഫ്റ്റി പർപ്പസ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല കനലുണ്ട്, നല്ല ചൂടും വരുന്നുണ്ട്. സംഭവം നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് പണി പാളും. ചെറുതായിട്ടൊന്ന് പാളിയിട്ടായി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോർക്കൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്, വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളത് തിരിച്ചും മറിച്ചും വെക്കണേൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം അത് അവിടെ വെച്ചിട്ടൊന്ന് മാറിയെന്ന് അതിൽ നൈസായിട്ട് പണി പാളി ഈ അവസ്ഥയിലായിട്ടാണ്. സംഭവം കരിഞ്ഞ പോലെ ആയി, പുറത്തത്തെ മസാല മാത്രം. പക്ഷെ ഉള്ളിലേക്ക് നല്ല സെറ്റപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളെന്തായാലും പണി പാളി സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ സംഭവം ഇത് ഏകദേശം ഈ ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. സംഭവം പുറത്തെ മസാല മാത്രമേ കരിഞ്ഞല്ലെന്ന് തോന്നുന്നു, ഉള്ളിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം കുക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കയറ്റിയിട്ടാണ്. അങ്ങനെ ഒരു 3-4-5 ട്രിപ്പ് മൊത്തം നമ്മൾ അടിച്ച് ഒരു 3 കോഴി ഉണ്ടായിരുന്നു മൊത്തം. എന്തായാലും കുഴപ്പമില്ല, പ്രത്യേക ഒരു വൈബ് തന്നെയാണ് സംഭവം. ഈ പണിയും തോരൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ പുറത്ത് മഴ കൂടി ഉണ്ടെങ്കിൽ അതിഗംഭീരമായിരുന്നു. പക്ഷെ മഴ ഇല്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്കുള്ളത് വെച്ചിട്ട് എൻജോയ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കയ്യിൽ കിട്ടിയ ഒരു പ്രോപ്പർട്ടി ഒരു പാത്രത്തിൻ്റെ മൂടിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വീശി കൊടുത്ത് കനലൊക്കെ ഒന്നും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംഭവം സക്സസ് ആയി. കനലൊക്കെ ഒന്നും കൂടി ഒന്നുണ്ട് ദൃഢതയോടെ ഒന്ന് റെഡി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ച് ഏകദേശം ആയ മട്ടാണ് കാണുന്നത്. സംഭവം ഇങ്ങനത്തെ ഒരു പരിപാടി നല്ല സെറ്റപ്പാണ്, നല്ല ഇതിൽ ചൂട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം ഈ ലെവലായിട്ടുണ്ട് കേട്ടോ. സംഭവം ചെറിയൊരു കരിവ് പോലെ മസാലയൊക്കെ ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയാണല്ലോ. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ഇങ്ങനെ നമ്മളത് വീട്ടിലുണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ട്, അതാണ് ആ കോലം അങ്ങനെ കണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ പാർട്സും കാര്യങ്ങളും കറി വെച്ച് സംഭവം നല്ല കുക്കായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. മയോണീസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, സാധനങ്ങൾ മേടിക്കണതിൽ കുറച്ച് പിഴവ് പറ്റുകയും ചെയ്തു. ഇന്നലെ ഞാൻ അധികം സാധനങ്ങൾ മേടിച്ചില്ല, മറന്നുപോയി. പക്ഷെ ഇന്ന് കടകളില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലത്തെ പരിപാടിയാണല്ലോ. സംഭവം കുഴപ്പമില്ല, സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടകളൊക്കെ മുടക്കാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെക്കണം. ഞാൻ അതിൽ 2-3 സാധനങ്ങൾ മെയിൻ സാധനങ്ങൾ മേടിക്കാൻ വിട്ടുപോയി, അതാണ് പണി പാടിയത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സംഭവം സക്സസ് ആയിട്ടുണ്ട്, അത് മതി. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിക്കനൊക്കെ മേടിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് ലാവിഷായിട്ട് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.